അന്തരിച്ച CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറിയതിനെതിരെ മകൾ ആശ ലോറൻസ് നൽകിയ അപ്പീൽ ഹൈക്കോടതി പിന്നീട് പരിഗണിക്കാനായി മാറ്റി. ചൊവ്വാഴ്ച കേസിൽ വിശദമായ വാദം കേൾക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, ഇക്കാര്യത്തിൽ കോടതി എന്താണ് പറഞ്ഞത്? സ്വാതി, MM ലോറൻസിന്റെ മൃതദേഹം വിട്ട് നൽകണം എന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ മകൾ ആശ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുകയും സിംഗിൾ ബെഞ്ച് എന്നാൽ ഇത് അനുവദിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിനോട് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം ആവശ്യപ്പെടുകയും മെഡിക്കൽ കോളേജ് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അതിൽ തീരുമാനമെടുക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇത്തരത്തിൽ മെഡിക്കൽ ബോർഡ് തീരുമാനമെടുത്തത്. മൃതദേഹം ഈ പഠന ആവശ്യത്തിനായി മെഡിക്കൽ കോളേജിന് തന്നെ നൽകാം എന്ന തീരുമാനത്തിലെത്തുകയും അത് ഈ മറ്റ് മക്കളായ ലോറൻസിന്റെ മറ്റ് 2 മക്കളുടെ അനുമതിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ തീരുമാനമെടുത്തത് എന്ന് ബോർഡ് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഹൈക്കോടതി ഈ മൃതദേഹം പഠനാവശ്യത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാം എന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് ഈ ആശ ലോറൻസ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹൈക്കോടതിയെ സമീപിച്ച് ആശ ലോറൻസ് വ്യക്തമാക്കിയിരുന്നത് ഈ മൃതദേഹം വിട്ടു നൽകണം. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നില്ല. സിംഗിൾ ബെഞ്ച് ഉത്തരവ് 2 സാക്ഷികളുടെ സാന്നിധ്യത്തിലാണ് മകൻ ML സജീവിനോട് മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടു നൽകണമെന്ന് MM ലോറൻസ് പറഞ്ഞിരുന്നത് എന്നതടക്കം കണക്കിലെടുത്തായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. എന്നാൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കി മൃതദേഹം പള്ളിയിൽ സംസ്കരിക്കുന്നതിന് വിട്ടു നൽകണം എന്നായിരുന്നു അപ്പീലിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഏതായാലും ഇതിൽ വിശദവാദം കേൾക്കാം എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു. ചൊവ്വാഴ്ചയാണ് ഇതിൽ വിശദമായ വാദം കേൾക്കാം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുവരെ മൃതദേഹം സൂക്ഷിക്കണം എന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി ഷബ്ന, അന്തരിച്ച CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറിയതിനെതിരെ മകൾ ആശ ലോറൻസ് നൽകിയ അപ്പീൽ ഹൈക്കോടതി പിന്നീട് പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്.